ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ക്രിസ്തുവിൽ എനിക്ക് ഏറ്റവും സ്നേഹവും വാത്സല്യമുള്ള സഹോദരങ്ങളെ, പ്രഭാഷകന്റെ പുസ്തകം 19-ാം അധ്യായം 1-ാം തിരുവചനം, മദ്യപനായ തൊഴിലാളി ഒരിക്കലും സമ്പന്നനാകില്ല. ചെറിയ ചെറിയ കാര്യങ്ങൾ അവഗണിക്കുന്നവൻ അല്പാൽപമായി നശിക്കും. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, മദ്യപാനത്തിൻ്റെ രൂക്ഷതയാണ്, അല്ലേ? ഇന്ന് നമ്മളുടെയൊക്കെ ഒരു വേദനയാണ് കടമുണ്ട്. പ്രിയമുള്ളവരെ, ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കിയാൽ കടമുണ്ട് എന്നൊരു കുടുംബം പറയുന്നുണ്ടെങ്കിൽ ആ കുടുംബത്തിൽ ഒരാളെങ്കിലും മദ്യപാനി ആയിരിക്കും. അത് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം. പൗലോസ് ഓർപ്പിക്കുന്നത് എന്താ വെച്ചാൽ, നമ്മൾ അല്പാൽപമായി ചെറിയ ചെറിയ കാര്യങ്ങൾ അവഗണിക്കുന്നു. ഇത്രയല്ലേ ഉള്ളൂ, അല്ലേ? ഒരു തൂമ്പ മണ്ണല്ലേ കാലിന് അടിയിൽ നിന്ന് ഒഴുകിപ്പോയിട്ടുള്ളൂ. പക്ഷേ അവൻ നിത്യമായി നാശത്തിലേക്കാണ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, മദ്യപാനം പോലുള്ള അശുദ്ധികൾ നമ്മൾ എന്നേക്കുമായിട്ട് നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി സമ്പന്നരാകുക. രണ്ട്, അല്പാൽപമായ തെറ്റുകളിലേക്ക് വീഴാതിരിക്കാൻ ശ്രദ്ധിക്കുക. എപ്പോഴും വിശുദ്ധി പാലിക്കുക. സർവശക്തനായ ദൈവം നിന്നെയും നിന്റെ കുടുംബത്തെ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും അനുഗ്രഹിക്കട്ടെ. ആമേൻ.